ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജലഗതാഗതം, വിനോദസഞ്ചാരം, ബോട്ട് സർവീസ് എന്തൊക്കെയായിരുന്നു കനോലി കനാലിനെ സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച നവീകരണ പദ്ധതികൾ? എല്ലാം ഒന്നായി ഫയലിൽ ഒതുങ്ങി. ഇപ്പോൾ നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും പേറി നീണ്ടു നിവർന്നു കിടക്കുകയാണ് കനോലി കനാൽ. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. കോഴിക്കോടിന്റെ സ്വന്തം കലാകാരി ഓർമ്മയായി. തിരുത്യാട് വിലാസിനിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. 57ാം സംസ്ഥാന സ്കൂൾ ഗെയിംസ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വിവിധ ഇനങ്ങളിലായി 1500ഓളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. കനോലി കനാൽ മലിന കനാലായി. ജലസേചന വകുപ്പിന്റെ പ്രാരംഭ നവീകരണ പ്രവർത്തികൾ മന്ദഗതിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. 57ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഗ്രൂപ്പ് 3 ഇനങ്ങളിലെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ദേശപോഷിണി ഹാളിൽ നടക്കുന്ന ജൂഡോ മത്സരത്തിൽ 462ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലാണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ നടക്കുന്നത്. ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഗ്രൂപ്പ് 3 ഇനങ്ങളിലെ ജൂഡോ മത്സരം കോഴിക്കോട് ദേശപോഷിണി ഹാളിൽ പുരോഗമിക്കുന്നു. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആൺകുട്ടികളുടെ മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. മത്സരത്തിന്റെ 2ാം ദിവസത്തിൽ ജൂനിയർ വിഭാഗത്തിലെ പെൺകുട്ടികളുടെ മത്സരങ്ങളാണ് നടന്നത്. ജൂഡോ മത്സരത്തിൽ 14 ജില്ലകളിൽ നിന്നും 462 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. മത്സരങ്ങൾ ഇന്ന് ജൂനിയർ വിഭാഗത്തിലും ഉള്ള കംപ്ലീറ്റ് മത്സരങ്ങൾ ഇന്ന് തീരും. നാളെ സീനിയർ വിഭാഗത്തിലുള്ള മത്സരങ്ങൾ കൂടി കഴിഞ്ഞ് നാളെ ഉച്ചയ്ക്ക് 3 മണിയോടെയുള്ള മത്സരങ്ങൾ അവസാനിപ്പിക്കും. മൊത്തം എല്ലാ 14 റവന്യൂ ജില്ലയിൽ നിന്നായി 462 ജൂഡോ കായിക താരങ്ങളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. തെക്കൻ, വടക്കൻ മേഖലകളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയവരാണ് സംസ്ഥാന ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഗെയിംസിന്റെ ഗ്രൂപ്പ് 3 ഇനങ്ങളിലെ വോളിബോൾ, ക്രിക്കറ്റ്, ലോൺ ടെന്നീസ്, ബോൾ ബാഡ്മിന്റൺ, ചെസ് എന്നീ മത്സരങ്ങൾ കോഴിക്കോടിന്റെ മറ്റു സ്ഥലങ്ങളിലായാണ് നടക്കുന്നത്. കുളവാഴകളും മാലിന്യങ്ങളും നിറഞ്ഞ കനോലി കനാൽ ശാപമോക്ഷത്തിനായി കേഴുന്നു. വർഷങ്ങളായി പ്രവർത്തികൾ നടക്കാത്തതും മാലിന്യ നിക്ഷേപവുമാണ് കനാലിനെ മാലിന്യപ്പുഴയാക്കിയത്. നവീകരണ പ്രവർത്തനങ്ങളുമായി ജലസേചന വകുപ്പ് രംഗത്തെത്തിയെങ്കിലും കനാലിന്റെ പ്രാരംഭ നവീകരണ പ്രവർത്തികൾ ശ്രമകരമാണെന്നാണ് അധികൃതർ പറയുന്നത്. പച്ചവിരിച്ച മനോഹര കാഴ്ചയല്ലേത്. പായലും കുളവാഴകളും നിറഞ്ഞ് നഗരത്തിന്റെ ജീവനാഡിയെന്ന് വിശേഷിപ്പിക്കുന്ന കനോലി കനാലിന്റെ ഗതിമുട്ടിയ അവസ്ഥയാണിത്. നവീകരണ പ്രവർത്തനങ്ങളുമായി അധികൃതർ രംഗത്തെത്തിയെങ്കിലും ഈ ദുരാവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ കനോലി കനാലിന് ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? കോഴിക്കോട് നഗരത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു കനോലി കനാൽ. എന്നാൽ മനുഷ്യന്റെ ദുഷ്പ്രവൃത്തി കാരണം കനാൽ ഇന്ന് നഗരത്തിന്റെ ശാപമായി മാറിക്കഴിഞ്ഞു. കുളവാഴകളും മാലിന്യങ്ങളും നിറഞ്ഞ് കനാലിന്റെ ഗതിമുട്ടിയ അവസ്ഥയാണ് കാണുന്നത്. ഈ ദുരവസ്ഥയിൽ നിന്നും കനാലിനെ മോചിപ്പിക്കാൻ ജലസേചന വകുപ്പ് രംഗത്തെത്തിയെങ്കിലും കനാലിനെ മോക്ഷത്തിനായുള്ള പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. വർഷങ്ങളായി നവീകരണ പ്രവൃത്തികൾ നടക്കാത്തതും രൂക്ഷമായ മാലിന്യ നിക്ഷേപവുമാണ് കനാലിനെ മാലിന്യപ്പുഴയാക്കിയത്. പല സ്ഥലങ്ങളിലും മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, പച്ചക്കറി ഫ്രൂട്ട് സ്റ്റാളുകൾ, ഓട്ടോമൊബൈൽ ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമാണ് കനാലിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത്. കൂടാതെ ആശുപത്രികളിൽ നിന്നുമുള്ള മലിനജലമൊഴുക്ക് വേറെയും. കനാലിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതോടെയാണ് കുളവാഴകൾ നിറഞ്ഞത്. സാധാരണ കുളത്തിലും മറ്റും വളരാത്ത ആമ്പലുകളും പലയിടത്തും വളർന്നു പൂത്തു നിൽക്കുന്നുണ്ട്. അതിനാൽ കനാലിന്റെ നവീകരണത്തിനുള്ള പ്രാരംഭ പ്രവൃത്തികൾ ഏറെ ശ്രമകരമാണെന്നാണ് ജലസേചന വകുപ്പ് അധികൃതർ പറയുന്നത്. കുളവാഴകൾ തട്ടി വഞ്ചി തടസ്സപ്പെടുന്നതിനാൽ നവീകരണത്തിനുള്ള അളവെടുപ്പ് ജോലികളും ഇഴഞ്ഞു നീങ്ങുകയാണ്.
മൊത്തം 8.8 കിലോമീറ്ററിൽ 7 മീറ്ററോളം കുളവാഴകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനാൽ വിദഗ്ധ തൊഴിലാളികളെ ഉപയോഗിച്ച് കുളവാഴകളും മാലിന്യങ്ങളും നീക്കിയ ശേഷമേ അളവെടുപ്പ് ജോലികൾ പൂർത്തിയാക്കുകയുള്ളൂ. മാലിന്യം ഒഴുകി കൊലവിളി നടത്തുന്ന കനോലി കനാലിന്റെ ഈ അവസ്ഥയ്ക്ക് മുന്നിൽ അധികൃതർ ഇനിയും ഇഴഞ്ഞു നീങ്ങുകയാണെങ്കിൽ നഗരത്തിന്റെ ഈ ജീവനാഡിയും അപ്രത്യക്ഷമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ വിശാഖ മണാശ്ശേരിക്കൊപ്പം നൈനു. ജീവിതമെന്ന നാടകത്തിലെ വേഷങ്ങളും അഴിച്ചുവെച്ച് കോഴിക്കോട് വിലാസിനി അരങ്ങൊഴിഞ്ഞു. 3 പതിറ്റാണ്ടിലേറെക്കാലം കോഴിക്കോട്ടെ നാടകവേദികളെയും ഏതാനും സിനിമകളെയും തന്റെ അഭിനയം കൊണ്ട് അന്വർത്ഥമാക്കിയ വിലാസിനി ഗോവിന്ദപുരത്തെ വീട്ടിൽ അർബുദ രോഗബാധിതയായി കഴിയുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. പ്രശസ്ത നാടക സിനിമാ നടി കോഴിക്കോട് വിലാസിനി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു ഏറെക്കാലം. കോഴിക്കോട്ടെ നാടകവേദികളിൽ തിളങ്ങി നിന്നിരുന്ന അവർ 50ലേറെ സിനിമകളിലും അഭിനയിച്ചിരുന്നു. നാടകാചാര്യൻ KT മുഹമ്മദിനെ നാടകത്തിലൂടെയായിരുന്നു വിലാസിനിയുടെ അരങ്ങേറ്റം. 1971 KT രചനയും സംവിധാനവും നിർവഹിച്ച കളിത്തോക്കിൽ പുരുഷവേഷത്തിൽ അഭിനയിച്ചു. KTയുടെ തന്നെ ഇത് ഭൂമിയാണ്, കാഫർ തുടങ്ങിയ നാടകങ്ങളിൽ നായികയായി. വിജയൻ B നായർ സംവിധാനം ചെയ്ത തറവാട്ടച്ചനിലെ അഭിനയത്തിന് സംഗീത നാടക അക്കാദമി പുരസ്കാരവും ലഭിച്ചു. P ഭാസ്കരൻ സംവിധാനം ചെയ്ത ഒരു പിടി മണ്ണായിരുന്നു ആദ്യ സിനിമ. IV ശശിയുടെ അനുബന്ധം, ആവനാഴി, അങ്ങാടിക്കപ്പുറം, നാൽക്കവല, അഹിംസ തുടങ്ങിയ സിനിമകളിലെല്ലാം വിലാസിനിക്ക് വേഷമുണ്ടായിരുന്നു. കുറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യത്തിലൂടെയായിരുന്നു വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവന്നത്. തുടർന്ന് പ്രാഞ്ചിയേട്ടനിലും ഇന്ത്യൻ റുപ്പിയിലും അഭിനയിച്ചു. ബാവൂട്ടിയുടെ നാമത്തിലായിരുന്നു അവസാന ചിത്രം. കലാ സാംസ്കാരിക നാടകരംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. കോഴിക്കോട് തിരുത്തിയാടി ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് സൌജന്യമായി വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. കൈതപ്പാടം ദേശസേവാ സംഘം മഹിളാ സമാജവും ചെറുവണ്ണൂർ കോട്ടുമ്മൽ റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പരിപാടി കൌൺസിലർ കവിത അരുൺ ഉദ്ഘാടനം ചെയ്തു. കൈതപ്പാടം ദേശസേവാ സംഘം മഹിളാ സമാജവും ചെറുവണ്ണൂർ കോട്ടുമ്മൽ റെസിഡൻസ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോഴിക്കോട് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ വനിതാ അന്തേവാസികൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. കൌൺസിലർ കവിത അരുൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മതിൽക്കെട്ടിനുള്ളിൽ ജീവിതം തളച്ചിട്ട അന്തേവാസികളുടെ ബുദ്ധിമുട്ടുകളും അവരുടെ ആവശ്യങ്ങളും ഇന്നത്തെ സമൂഹം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് അവർ പറഞ്ഞു. പല ആളുകൾക്കും നമുക്കെല്ലാവർക്കും എപ്പോഴാണ് നമ്മുടെ മാനസിക സമനില തെറ്റുക എന്ന് എപ്പോ വേണേൽ തെറ്റാവുന്ന ഒരു അവസരമാണ്. അത്രത്തോളം സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ള ഒരു ജീവിതത്തോടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മഹിളാ സമാജം പ്രസിഡന്റ് ജയശ്രീ കിഷോർ അധ്യക്ഷത വഹിച്ചു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ RL സരിത, ദേശസേവാ സംഘം പ്രസിഡന്റ് അങ്കത്തിൽ അജയ്കുമാർ, കോട്ടുമൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രേംകുമാർ, PP ഉണ്ണികൃഷ്ണൻ, മഞ്ജു ലിജുരാജ് എന്നിവർ സംബന്ധിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിന്റെ ഉദ്ഘാടനം 30-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത് മാനസികാരോഗ്യ ചികിത്സാരംഗത്ത് ഏറെ നാളായി കാത്തിരിക്കുന്ന ബൃഹത് പദ്ധതിയാണ്. മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന് സമീപത്താണ് 75,000 ചതുരശ്ര അടിയുള്ള കെട്ടിട സമുച്ചയം ഉയരുന്നത്. 1983-ലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഇംഹാൻസിന് രൂപം നൽകിയത്. അന്നു മുതൽ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം വളപ്പിലെ കെട്ടിടത്തിലാണ് ഇംഹാൻസ് പ്രവർത്തിക്കുന്നത്. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ ഇംഹാൻസിന്റെ പോരായ്മകൾ പരിഹരിക്കപ്പെടും. കേന്ദ്ര സർക്കാർ അനുവദിച്ച 30 കോടി രൂപയിൽ 18 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നടക്കുന്നത്. ഇതിൽ 12.9 കോടി രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തിയായത്. തറനിരപ്പിൽ 2 നിലകളും അതിനു മുകളിൽ 2 നിലയിലുമായാണ് കെട്ടിടം നിർമ്മിച്ചത്. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 20 മാസം കൊണ്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായത്. 1983-ൽ സ്വയംഭരണ സ്ഥാപനമായ ഇംഹാൻസിന് അതേ വർഷം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 4.5 ഏക്കർ സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. സൈക്യാട്രി, ക്ലിനിക്കൽ സൈക്കോളജി, സോഷ്യൽ വർക്കർ, നഴ്സിംഗ് മേഖലയിൽ ബിരുദാനന്തര പഠന സൌകര്യവും ഒപ്പം മാനസികരോഗ ചികിത്സയ്ക്കും ഗവേഷണത്തിനും അത്യാധുനിക സംവിധാനമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഇത് പ്രാവർത്തികമാകുന്നതോടെ സൈക്യാട്രി MDയിൽ 4 സീറ്റും ക്ലിനിക്കൽ സൈക്കോളജി, സൈക്യാട്രി, സോഷ്യൽ വർക്ക് എന്നിവയിൽ 8ഉം ഡിപ്ലോമ ഇൻ സൈക്യാട്രി നഴ്സിംഗിൽ 20 സീറ്റുകളും അനുവദിക്കും. ഈ കോഴ്സ് കേരളത്തിലെവിടെയും നിലവിലില്ല. ഇന്ത്യയിൽ ബാംഗ്ലൂർ നിംഹാൻസിൽ മാത്രമാണ് ഈ കോഴ്സുള്ളത്. ഇത് പൂർത്തിയാക്കിയാൽ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് 1 വർഷം കൊണ്ട് മാനസികരോഗ പരിചരണത്തിന് ഡിപ്ലോമ യോഗ്യതയും ലഭിക്കും. ഇംഹാൻസിന്റെ 2ാം ഘട്ട പ്രവൃത്തിയിൽ ഉൾപ്പെട്ട ചുറ്റുമതിൽ നിർമ്മാണവും തുടങ്ങി. റോഡ്, ചുറ്റുമതിൽ, അഗ്നിസുരക്ഷാ ഉപകരണം, ലിഫ്റ്റ്, എയർ കണ്ടീഷണർ, ജനറേറ്റർ തുടങ്ങിയവയ്ക്കുള്ള അനുമതി കഴിഞ്ഞ നവംബറിലാണ് ലഭിച്ചത്. 5.1 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. നേരത്തെ കാരന്തൂർ റോഡിൽ നിന്നാണ് ഇവിടേക്കുള്ള റോഡ് തീരുമാനിച്ചിരുന്നത്.
എന്നാൽ ഇത് മാറ്റിയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന് സമീപത്തുകൂടെ റോഡ് നിർമ്മിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ജില്ലാ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻഡ് ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അഭയ മാതൃകയാണെന്നും മാനസിക ശാരീരിക വൈകല്യമുള്ളവരെ സംരക്ഷിക്കുന്നത് സമൂഹം വെല്ലുവിളിയെ ഏറ്റെടുക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അഭയ സ്പെഷ്യൽ സ്കൂളിന്റെ പുതിയ പാചകപ്പുര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവിൽ കൊയിലാണ്ടി അഭയം സ്പെഷ്യൽ സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പാചകപ്പുരയുടെയും ഊട്ടുപുരയുടെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. അഭയ മാതൃകയാണെന്നും മാനസിക ശാരീരിക വൈകല്യമുള്ളവരെ സംരക്ഷിക്കുന്നത് സമൂഹം വെല്ലുവിളിയെ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കരുണയുടെ ഉറവ പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു മുഹൂർത്തമായിട്ടാണ് ഞാൻ ഈ മുഹൂർത്തത്തെ നോക്കിക്കാണുന്നത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ശാരീരികമായ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടി വന്നപ്പോൾ ആ കുട്ടികളാണോ അതിന് കുറ്റവാളികളെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരിക്കലും കുട്ടികളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള വീഴ്ചയോ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റിന്റെയോ ഭാഗമായിട്ടല്ല ആ കുട്ടികൾ ഈ ശാരീരികമായ വെല്ലുവിളി അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ, ആ കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രഹാസൻ അധ്യക്ഷം വഹിച്ചു. അഭയ പ്രസിഡന്റ് ഗംഗാധരൻ നായർ, ജനറൽ സെക്രട്ടറി AP മുഹമ്മദ് കോയ, ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത മതിലിച്ചേരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിത പടിഞ്ഞാറയിൽ എന്നിവർ സംസാരിച്ചു. യുവജനങ്ങളെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ഒന്നിപ്പിക്കാൻ ഉണർത്തുജാഥ ഉപകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി E. അഹമ്മദ്. MSF സംഘടിപ്പിച്ച ഉണർത്തുജാഥയുടെ ജില്ലയിലെ പര്യടന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പലവിധ പീഡനങ്ങൾക്കെതിരെ ബോധവൽക്കരണവുമായി MSF കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ഉണർത്തുജാഥയ്ക്ക് കോഴിക്കോട് സ്വീകരണം നൽകി. മുതലക്കുളം മൈതാനിയിൽ നൽകിയ സ്വീകരണ യോഗം കേന്ദ്രമന്ത്രി E. അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സമൂഹം കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുന്നതിനെതിരെയും ലഹരിക്ക് അടിമപ്പെടുന്നതിനെതിരെയും ശക്തമായ ബോധവൽക്കരണവുമായാണ് സൈക്കിൾ റാലി പ്രയാണം നടത്തുന്നത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഷിജിത് ഖാൻ അധ്യക്ഷം വഹിച്ചു. മുസ്ലിം ലീഗ് നേതാക്കളായ TPM സാഹിർ, ഉമ്മർ പാണ്ടികശാല, MA റസാഖ് മാസ്റ്റർ, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CK സുബേർ, SP കുഞ്ഞമ്മദ്, OP നസീർ, CP സെയ്തലവി, ആഷിഖ് ചെലവൂർ, KMA റഷീദ്, V അബ്ദുൾ ജലീൽ എന്നിവർ സംസാരിച്ചു. താമരശ്ശേരി, പരപ്പൻപൊയിൽ, കൊടുവള്ളി, പടനിലം, കുന്നമംഗലം, മൂഴിക്കൽ, വെള്ളിമാടുകുന്ന് എന്നിവിടങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഡിസംബർ 10 ചൊവ്വാഴ്ച ഗാന്ധി പാർക്കിലാണ് പരിപാടികൾ സമാപിക്കുന്നത്. പിഞ്ചുകുട്ടികൾക്ക് നേരെയുള്ള വിവിധ തരത്തിലുള്ള ഗാർഹിക, ലൈംഗിക പീഡനങ്ങൾ, വിദ്യാർത്ഥികളോടുള്ള അക്കാദമിക പീഡനങ്ങൾ എന്നിവയ്ക്കെതിരെയും വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം, സൈബർ കുറ്റകൃത്യങ്ങൾ, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ സാമൂഹിക വിപത്തുകൾക്കെതിരെയും ബോധവൽക്കരണവുമായാണ് MSF സംസ്ഥാന കമ്മിറ്റി ഉണർത്തുജാഥ നടത്താൻ തീരുമാനിച്ചത്. നവംബർ 21 പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് കാസർഗോഡ് നിന്നും ജാഥയ്ക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ക്രൈസ്തവ സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനങ്ങളെ വഴിതെറ്റിക്കുകയാണെന്നും ക്രൈസ്തവ സഭകളും രാഷ്ട്രീയ പാർട്ടികളും ക്വാറി, മണൽ, റിസോർട്ട് മാഫിയകളുടെ താൽപര്യം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. ഭാരതീയ വിചാര കേന്ദ്രവും അഭിഭാഷക പരിഷത്തും ചേർന്ന് കസ്തൂരി രംഗൻ റിപ്പോർട്ടും പരിസ്ഥിതി രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളെക്കുറിച്ച് ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ടും പരിസ്ഥിതി രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ഭാരതീയ അഭിഭാഷക പരിഷത്തും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ബാധ്യസ്ഥരായ രാഷ്ട്രീയ പാർട്ടികളും മതനേതാക്കളുമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. റിപ്പോർട്ടിനെ ഭയപ്പെടുന്നത് ക്വാറി മണൽ റിസോർട്ട് മാഫിയകളാണ്. താമരശ്ശേരിയിൽ ഒട്ടേറെ സംസ്ഥാന കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഉണ്ടായിട്ടും വനംവകുപ്പിന്റെ ഓഫീസ് തന്നെ തെരഞ്ഞെടുത്ത് ആക്രമിച്ചതെന്തിനെന്ന് ജനം ചിന്തിക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. സത്യത്തിൽ ഈ 58 ശുപാർശകൾ വായിച്ചു നോക്കുന്ന ആർക്കും 1-2 ശുപാർശകളോട് ചെറിയ എതിർപ്പ് പ്രകടിപ്പിക്കാനുണ്ടാവുമെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിയോജിപ്പ് പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആർക്കും മാധവ് ഗാഡ്ഗിൽ ശുപാർശകളോട് ഉണ്ടാവുകയില്ല. അഡ്വക്കേറ്റ് എൻ കെ വിശ്വനാഥൻ അധ്യക്ഷം വഹിച്ചു. പി വി കൃഷ്ണൻകുട്ടി, ഇ സി അനന്തകൃഷ്ണൻ, എ പ്രതീഷ്, ടി സുധീഷ് എന്നിവർ സംസാരിച്ചു. പാഠപുസ്തകത്തിലെ അക്ഷരക്കൂട്ടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവുകൾ നൽകി നഗരസഭയുടെ പ്രവൃത്തി പരിചയ പരിശീലന പരിപാടി പുരോഗമിക്കുന്നു. കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച പരിശീലനത്തിൽ 300ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. പരിപാടി ഈ മാസം 29-ന് സമാപിക്കും. വിദ്യാർത്ഥികളിൽ പ്രവൃത്തി പരിചയ അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കോഴിക്കോട് നഗരസഭയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ നടപ്പിലാക്കിയ പ്രവൃത്തി പരിചയ പരിശീലനം കണ്ടംകുളം ജൂബിലി ഹാളിൽ പുരോഗമിക്കുന്നു. നഗരസഭാ പരിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികളും സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുമാണ് പാഠപുസ്തകത്തിൽ പതിയാത്ത അറിവ് നേടാൻ കണ്ടംകുളം ജൂബിലി ഹാളിൽ എത്തിയത്. 300ഓളം വിദ്യാർത്ഥികളാണ് പ്രവൃത്തി പരിചയമേളയിൽ മാറ്റുരയ്ക്കുന്നത്. കുട്ടികൾക്കായി ബുക്ക് പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, പേപ്പർ ബാഗ്, ചോക്ക്, സോപ്പ്, കുടകൾ എന്നിവയുടെ നിർമ്മാണം തുടങ്ങി 17 വിവിധതരം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത്. 20ഓളം അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. പരിശീലനത്തിലൂടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് വളരെ ലളിതമായ കാര്യങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ കഴിയും. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൊടുക്കുന്ന 10-17 ഐറ്റംസിൽ അവർ ഇന്നേ വരെ പരിശീലിക്കാത്ത ഐറ്റംസാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് കൊയർമേറ്റ് വർക്ക്, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്രദവും ഭാവിയിൽ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഒരു വരുമാനമായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ് കൊയർമേറ്റിൻ്റെത്. നവംബർ 25-ന് ആരംഭിച്ച പരിശീലന പരിപാടി 29-ന് സമാപിക്കും. ശില്പങ്ങളിലും ചിത്രങ്ങളിലും കഥ പറഞ്ഞ് ഡാനി നന്ദന്റെ ശില്പചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. സമൂഹത്തിൽ നടക്കുന്നതും സ്വന്തം ജീവിതത്തിൽ നിന്നും പകർത്തിയതുമായ നിമിഷങ്ങളാണ് അവസ്ഥാന്തരങ്ങൾ എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിലുള്ളത്. ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനം ഡിസംബർ 1-ന് സമാപിക്കും. കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഡാനി നന്ദന്റെ ശില്പങ്ങളുടെയും രേഖാചിത്രങ്ങളുടെയും പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ചു. ചേർത്തല സ്വദേശിയും തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്നും ശില്പകലയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ ഡാനി നന്ദന്റെ 16 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. സ്വന്തം ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെയും കോർത്തിണക്കിയാണ് അവസ്ഥാന്തരങ്ങൾ എന്ന പേരിൽ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. കളിമണ്ണിലും ഫൈബറിലുമാണ് ഡാനിൽ ശില്പങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഭ്രൂണഹത്യ, ഇരട്ടകൾ തുടങ്ങിയ ചിത്രങ്ങൾ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നതാണ്. സ്ത്രീയും പുരുഷനും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടത്തിൽ പ്രകൃതിക്ക് പ്രാധാന്യം നഷ്ടപ്പെടുന്നതും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ മാറ്റിമറിക്കുന്ന നിയമങ്ങളും പ്രവൃത്തികളും സമൂഹത്തിന് തിരിച്ചടിയായി മാറുന്നു. ഈ ആശങ്കകളും അന്വേഷണങ്ങളുമാണ് സമൂഹത്തിനോട് പങ്കുവച്ചതെന്ന് ഡാനി പറയുന്നു. പിന്നെ ഓരോ കാഴ്ചപ്പാടിൽ ഓരോരുത്തരുടെ എങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നത്, ഇപ്പോൾ സ്ത്രീയും പുരുഷനായാലും അത് മറ്റുള്ളവരെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ വർക്കിനെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നിട്ടാണ് ഞാൻ ഓരോ പ്രോസസ്സും ചെയ്തിരിക്കുന്നത്. 25-ന് ആരംഭിച്ച പ്രദർശനം ഡിസംബർ 1-ന് സമാപിക്കും. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും.
ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ലാസ്യഭാവങ്ങൾ ഉണർന്ന നൃത്തച്ചുവടുകളുമായി വൈദികന്റെ ഭരതനാട്യം. കോഴിക്കോട്ടെ കേരള ഘരാനയാണ് കോട്ടയം സ്വദേശിയായ ഫാദർ ഡോക്ടർ സാജു ജോർജിന്റെ ഭരതനാട്യം വിവിധയിടങ്ങളിലായി സംഘടിപ്പിക്കുന്നത്. കേരള ഘരാന സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്ന കലാപരിപാടികളുടെ ഭാഗമായിട്ടാണ് ഫാദർ സാജു ജോർജ് മൂലംതിരുത്തിയിൽ ഭരതനാട്യം അവതരിപ്പിച്ചത്. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ഇദ്ദേഹത്തിന്റെ ഭരതനാട്യ പ്രകടനം നടന്നു. കോട്ടയം ഇലഞ്ഞി സ്വദേശിയായ സാജു ഇപ്പോൾ കൊൽക്കത്തയിലാണ് വൈദികനായി പ്രവർത്തിക്കുന്നത്. ഇവിടെ കലാഹൃദയ ഡാൻസ് അക്കാദമി നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും തായ്ലാന്റ്, റഷ്യ, ജർമ്മനി, സ്പെയിൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും 2 പതിറ്റാണ്ടായി ഇദ്ദേഹം ഭരതനാട്യവും കുച്ചിപ്പുടിയും അവതരിപ്പിക്കുന്നുണ്ട്. പ്രൊഫസർ CV ചന്ദ്രശേഖർ, ഗുരു കലാനിധി നാരായണൻ, ഗുരു വേമ്പതി ചിന്നസത്യം, പ്രൊഫസർ ഡിക്സൺ മൺറോ, ലീല സാംസൺ തുടങ്ങിയവരിൽ നിന്നാണ് ഇദ്ദേഹം നൃത്തം അഭ്യസിച്ചത്. ഭരതനാട്യത്തെ ക്രിസ്ത്യൻ കാഴ്ചപ്പാടോടെയായിരുന്നു സാജു അവതരിപ്പിച്ചത്. ഭരതനാട്യത്തിൽ കൃഷ്ണനും യേശുവും കഥാപാത്രങ്ങളായി വരുമ്പോഴുള്ള പാഠഭേദങ്ങൾ കാണികൾക്ക് വിസ്മയമായി മാറി. ശിവന്റെ ആനന്ദതാണ്ഡവം, യേശു അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നതും പാപികൾക്ക് മാനസാന്തരമുണ്ടാക്കുന്നതുമായ ബൈബിൾ ഇതിവൃത്തം എന്നിവയെ അധികരിച്ചാണ് 1 മണിക്കൂർ നീണ്ട ഭരതനാട്യം ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. രോഗപീഠ മൂലം അവശത അനുഭവിക്കുന്നവർക്ക് സാന്ത്വനവും ആത്മവിശ്വാസവും നൽകുകയാണ് ഡാൻസ് തെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഡോക്ടർ സാജു ജോർജ് പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സെന്റർ, വൃദ്ധസദനം, ജയിൽ എന്നിവിടങ്ങളിൽ ഇദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചു. ഡിസംബർ 1 നടക്കുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംസ്ഥാനതല ലോഞ്ചിങ്ങിന്റെ സ്വാഗത സംഘം ഓഫീസ് മാനാഞ്ചിറ DTPC ഓഫീസ് അങ്കണത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ജമീല ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 1 മുതൽ കോഴിക്കോട് നടക്കുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സ്വാഗത സംഘം ഓഫീസ് മാനാഞ്ചിറ DTPC കോമ്പൌണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ പോലെ തന്നെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്കും ജനങ്ങളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ സംഘാടകർ നടത്തണമെന്ന് അവർ പറഞ്ഞു. ദുബായ് ഫെസ്റ്റിവലാണ് ഏറ്റവും പേര് കേട്ടിട്ടുള്ളത്. നമുക്ക് കേൾക്കാനും കാണാൻ ആഗ്രഹിക്കുന്നതും ഒന്ന് വിസ എടുത്ത് വിസിറ്റിന് പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്നതുമായിട്ടുള്ളത് ദുബായ് ഫെസ്റ്റിവലിനാണ്. അതേ രീതിയിൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കോഴിക്കോടുള്ള ഗ്രാൻഡ് ഫെസ്റ്റിവലിന് എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ CA ലത അധ്യക്ഷം വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ, ഫെഡറൽ ബാങ്ക് DGM KR വിജയകുമാർ, അഡ്വക്കേറ്റ് PM നിയാസ്, V മധുസൂദനൻ, NV കൃഷ്ണക്കുറുപ്പ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ബ്രണ്ണനേഴ്സ് സംഗമം കോഴിക്കോട് മലബാർ പാലസിൽ നടന്നു. ചടങ്ങിൽ പരേതനായ PP ഭാസ്കരന്റെ പേരിലുള്ള രോഗികൾക്കുള്ള സഹായധനം കേന്ദ്രമന്ത്രി E അഹമ്മദ് വിതരണം ചെയ്തു. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ബ്രണ്ണനേഴ്സിന്റെ കോഴിക്കോട് ഘടകം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി E അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബ്രണ്ണൻ കോളേജ് എന്നാൽ ദേശീയതയുടെയും മതസൌഹൃദത്തിന്റെയും കേന്ദ്രം കൂടിയായിരുന്നു. നമ്മുടെ സംസ്കാരത്തിനും സാഹിത്യത്തിനും ബ്രണ്ണൻ നൽകിയ സംഭാവനകൾ ചരിത്രത്തിൽ എന്നും നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പരേതനായ PP ഭാസ്കരന്റെ പേരിലുള്ള രോഗികൾക്കുള്ള ധനസഹായം ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു. പ്രൊഫസർ P പത്മനാഭൻ അധ്യക്ഷം വഹിച്ചു. K ശ്രീധരൻ, കേരള പ്രസ് അക്കാദമി ചെയർമാൻ NP രാജേന്ദ്രൻ, ഡോക്ടർ P അജയകുമാർ, ഡോക്ടർ K മൊയ്തു, ഡോക്ടർ KC രാജഗോപാൽ, KT രഘുനാഥ്, KP കുഞ്ഞിമൂസ, KV ബാലൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com
തന്ത്രസാധനാപീഠം പയ്യോളി ഒരുക്കുന്ന ബ്രഹ്മശ്രീ ആചാര്യ ത്രൈപുരത്തിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തപ്പെടുന്ന ശാക്തേയ സംഗമം ഈ വർഷം കോഴിക്കോട് വെച്ച് മലബാർ ശാക്തേയ സംഗമം എന്ന പേരിൽ നടത്തും. ഡിസംബർ 1 ഞായറാഴ്ച കോഴിക്കോട് തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലാണ് സംഗമം നടക്കുന്നത്. മൈസൂരിലെ ത്രൈന്യാസ് ഇന്റർനാഷണൽ ശ്രീവിദ്യാ ഫൌണ്ടേഷനിലെ HS ത്യാഗരാജ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. 2 സത്രങ്ങളിലെ നടത്തപ്പെടുന്ന പരിപാടിക്ക് ശ്രീ വാളനാട് ക്ഷേത്ര മേൽശാന്തി കേശവൻ മൂസ് ദീപം തെളിയിക്കുന്നതോടെ തുടക്കമാകും. ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയും കൊയിലാണ്ടി നഗരസഭയും സംയുക്തമായി സഹകരിച്ച് നവംബർ 30 മുതൽ ഡിസംബർ 4 വരെ പച്ചക്കറി ഫലവൃക്ഷങ്ങളുടെ വിപണനമേള സംഘടിപ്പിക്കുന്നു. അമര, ചതുരപ്പയർ തുടങ്ങി അന്യം നിന്നു പോകുന്ന പച്ചക്കറികളും മറ്റും അടുക്കളത്തോട്ടത്തിൽ തിരിച്ചെത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കൊയിലാണ്ടി പുതിയ സ്റ്റാൻഡ് പരിസരത്ത് വിപണനമേള സംഘടിപ്പിക്കുന്നത്. നവംബർ 30 രാവിലെ വിപണനമേള ടി ദാസൻ MLA ഉദ്ഘാടനം ചെയ്യും. കൊയിലാണ്ടി നഗരസഭ അധ്യക്ഷ കെ ശാന്ത അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ ശോഭീന്ദ്രൻ, MP രജുൽകുമാർ, മുല്ലേരി ചന്ദ്രശേഖരൻ നായർ, MA ജോൺസൺ എന്നിവർ പങ്കെടുത്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് പോർട്ട് സിറ്റി ഈ വർഷത്തെ റോട്ടറിയുടെ ഫോർ ദ സേക്ക് ഓഫ് ഓണർ അവാർഡ് ഋഷിരാജ് സിംഗിന് സമ്മാനിക്കും. നവംബർ 29 വെള്ളിയാഴ്ച വൈകുന്നേരം ഹോട്ടൽ ഈസ്റ്റ് അവന്യൂവിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സെന്തിൽനാഥൻ ശിവ അവാർഡ് സമ്മാനിക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. നവംബർ 29 പ്രൊവിഡൻസ് കോളേജിൽ ഒരു കഥാനാടകമെന്ന ലഘുനാടകം നടത്തും. നവംബർ 30 ബൈക്ക് റാലിയും ഡിസംബർ 1 എയ്ഡ്സ് ദിന റാലിയും നടത്തും. ഗവൺമെന്റ് BEd കോളേജിൽ നടക്കുന്ന പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കലക്ടർ മുഖ്യപ്രഭാഷണം നടത്തും. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ നടപ്പാക്കിയ ജീവൽ പ്രവർത്തനമായ ജീവനം 2ാംഘട്ട പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നവംബർ 30 ഉച്ചയ്ക്ക് കേരള പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ വളണ്ടിയർമാർക്കുള്ള പ്രതിജ്ഞ A പ്രദീപ്കുമാർ MLA, തുടർ ചികിത്സാ കാർഡ് വിതരണം എളമരം കരീം MLA, സർവേ ഫോം വിതരണം AK ശശീന്ദ്രൻ MLA തുടങ്ങിയവരും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോടിന്റെ സ്വന്തം കലാകാരി ഓർമ്മയായി തിരുത്യാട് വിലാസിനിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ാം സംസ്ഥാന സ്കൂൾ ഗെയിംസ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വിവിധ ഇനങ്ങളിലായി 1500ഓളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. കനോലി കനാൽ മലിന കനാലായി. ജലസേചന വകുപ്പിന്റെ പ്രാരംഭ നവീകരണ പ്രവൃത്തികൾ മന്ദഗതിയിൽ. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.